ഐശ്വര്യ രാജേഷ്. വല്യമ്മ. ഹാ, എല്ലാരും അകത്തുണ്ട്. കയറി വാ മോനെ. ആ വലിയ വാതിൽ കിടന്നു ഞാൻ അകത്തോട്ടു കയറി. പുറകിൽ നിന്നും അമ്മ, ഡാ നിനക്ക് ഓർമ്മ ഉണ്ടോ ഈ വീടൊക്കെ? ഞാൻ ആം. വീട് ഓർമ്മ ഉണ്ട്, പക്ഷെ ഇവിടെ ഉള്ളവരുടെ ഒന്നും മുഖം ശരിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അമ്മ, സാരമില്ല, കുറച്ചു ദിവസം ഇവിടെ ഉണ്ടല്ലോ. എല്ലാരെയും ഒന്ന് പരിചയപ്പെടാൻ നോക്ക് ചെക്ക. ഞാനും അച്ഛനും അമ്മയും കൂടെ അമ്മായിയുടെ കൂടെ നടന്നു. സ്റ്റെയർ കയറി മുകളിൽ ചെന്നു ആദ്യം കാണുന്ന മുറി അമ്മയും അച്ഛനും കൈക്കലാക്കി. അമ്മായി എന്നെ വിളിച്ചു, നീ വാ, നിനക്കുള്ള മുറി ഞാൻ കാണിക്കാം. ഞാൻ. ഇവിടെ നിങ്ങൾ മാത്രമുള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അമ്മയെ, ഇപ്പൊ വരും, കല്യാണത്തിന്റെ തിരക്കല്ലേ മോനെ. എല്ലാരും അതിന്റെ തിരക്കില. നീ ഒന്ന് ഫ്രഷ് ആയി വാ, എന്നിട്ട് വെല്ലം കഴിക്കാം. അമ്മായിക്ക് ഒരു ചിരി സമ്മാനിച്ചു റൂമിലോട്ട് കയറി. വലിയ വലുപ്പം ഒന്നുമില്ലാത്ത ചെറിയ ഒരു മുറി. ബാത്റൂം ഉണ്ട്, ചെറിയ ഒരു ബാൽക്കണി ഉണ്ട്. യാത്രക്ഷീണം കാരണം ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ചു പയ്യെ ഉറക്കത്തിലോട്ട് വീണു. ഡാ മോനെ, ഒറ്റക്ക് കിടക്കുന്നു അങ്ങു. നീങ്ങി കിടക്കൂ. ഞാൻ ബെഡിന്റെ വശത്തേക്ക് നീങ്ങി കിടന്നു. അവൾ എന്റെ അടുത്ത് വന്നു കിടന്നു. അവളുടെ നീണ്ട മുടിയിഴകൾ ബെഡിൽ വിരിഞ്ഞു കിടന്നു. ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ കെട്ടിപ്പിടിച്ചു എന്നിലോട്ട് അടുപ്പിച്ചു. അവളുടെ മുടിയുടെയും കഴുത്തിനുമിടയിൽ മുഖം പൂഴ്ത്തി ഞാൻ കിടന്നു. അവൾ, എന്താ മോനെ ഉദ്ദേശം? അവളിൽ നിന്നും വേറെ പ്രതികരണം ഒന്നും ഉണ്ടാകാത്തതുകൊണ്ട് ഞാൻ എന്റെ കൈ അവളുടെ വയറിൽ ചിത്രം വരക്കാൻ തുടങ്ങി. അവൾ മെല്ലെ ഒന്ന് ചിണുങ്ങി. പെട്ടെന്ന് ഫോൺ റിംഗ് ചെയ്തു. ഞാൻ ഞെട്ടി എണിറ്റു. ചുറ്റും ഒന്ന് നോക്കി. ദൈവമേ, ഞാൻ ഇതെവിടാ? അവൾ എവിടെ? ദൈവമേ, സ്വപ്നമായിരുന്നു. നാശം. എന്നാലും അവൾ ആരാണ്? ഞാൻ ഇതുവരെയും കാണാത്ത മുഖം. എന്റെ കുട്ടൻ ഇപ്പോഴും ഉണർന്നു തന്നെ നിൽക്കുന്നു. ഫോൺ വീണ്ടും റിംഗ് ചെയ്യുന്ന. ഞാൻ ഫോൺ എടുത്തു നോക്കി. അമ്മ. ഞാൻ. എന്താ അമ്മേ? അമ്മ, നീ എന്തെടുക്കുവാ റൂമിൽ? വേഗം വാ, എല്ലാരും നിന്നെ തിരക്കുന്നു. ഞാൻ ക്ഷീണത്തിൽ ഒന്ന് ഉറങ്ങി. ഇപ്പൊ വരാം. ഞാൻ എണിറ്റു ഫ്രഷായി ഒരു പാന്റും ടീഷർട്ട് ഡോർ തുറന്ന് പുറത്തിറങ്ങി. മുകളിലെ നിലയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ഹാളിൽ നിറയെ ആൾക്കാർ. എല്ലാവരുടെയും മുഖങ്ങൾ നോക്കി ഓർമ്മകൾ പുതുക്കാൻ നോക്കി. അമ്മാവന്മാരും സംസാരിക്കുന്നു, അമ്മായിമാരും. അച്ഛനും അമ്മയും അവരോട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. പെട്ടെന്ന് ഞാൻ ഒരാളെ ശ്രദ്ധിച്ചു. നല്ല പിൻഭാഗം, നീണ്ട പനങ്കുല പോലെയുള്ള മുടി. അമ്മയോട് വർത്താനം പറയുന്ന അവളുടെ കയ്യിൽ കുട്ടികൾ നിർബന്ധിച്ചു വലിക്കുന്ന. ഞാൻ വരുന്നു പിള്ളേരെ, അടങ്ങി നിക്ക്. അതാ എനിക്കും പറയാനുള്ളേ. അടങ്ങി നിക്ക് പിള്ളേരെ. ഞാൻ അവളെ ഒന്ന്